നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഈ അമ്പലത്തിൽ പോകണം, ദർശനം നടത്തണം, നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ശരിക്ക് അമ്പലത്തിൽ പോകേണ്ടത് എങ്ങനെയാണ്, അമ്പലത്തിൽ പോയാൽ എന്താ ചെയ്യേണ്ടത്, അമ്പലത്തിൽ പോകേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്, അമ്പലത്തിൽ ദർശനം നടത്തിയുള്ള ഫലങ്ങളാണ്, ഇങ്ങനെ ഒരു ചെറിയ രൂപത്തെ സംശയം തോന്നാമല്ലോ. പലർക്കും അറിയില്ല ഏതൊക്കെ അമ്പലങ്ങളിൽ എങ്ങനെയൊക്കെ പോകാം, ഏതൊക്കെ ദിവസങ്ങളിൽ പോകാം, അവിടെ ചെന്ന് എത്ര പ്രദക്ഷിണം വെക്കാം, എന്താണ് പ്രദക്ഷിണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ വരാമല്ലോ. ഈ അമ്പലത്തിൽ പോകേണ്ടത് ഈ രാവിലെ നമ്മൾ കുളിച്ച്, ശരിക്കും അമ്പലക്കുളത്തിലൊക്കെ ആണെങ്കിൽ എത്ര കേമത്തെന്നൊക്കെ പറയാം. അമ്പലക്കുളത്തിലാണ്, ഇനിയിപ്പോൾ അല്ല കുടുംബത്തിലെ ബാത്റൂമിലാണെങ്കിൽ പോലും ഈ പുറത്തെങ്ങാനൊക്കെ ശുദ്ധമായിട്ടൊരു വസ്ത്രമൊക്കെ എടുത്തിട്ടാൽ അതൊക്കെ ഈറിനല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ എടുത്തു പോകാം. രാവിലെ എണീറ്റ് നമ്മുടെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ശുദ്ധമായിട്ട്, വളരെ ശുദ്ധമായിട്ട് കാലും ഈ കുളി കഴിഞ്ഞ് വസ്ത്രം ധരിച്ച് വീണ്ടും കാലും മുഖവും കഴുകണമെന്നവരാണ്. അങ്ങനെ കഴുകിയിട്ട് ക്ഷേത്രത്തിൽ ചെന്ന, ക്ഷേത്രക്കുളം ഉണ്ടെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ അല്ലെ പൈപ്പിൽ കാല് കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഈ ശതം അധികം ത്രയമാണ് ക്ഷേത്രം. നാശത്തിൽ നിന്ന് ഉയർത്തുന്ന എന്തിനെയാണോ അതാണ് ക്ഷേത്രം എന്ന്. ഭൗമോർജം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ ശിവക്ഷേത്രത്തിലാണ് പോകണമെങ്കിൽ എല്ലാവർക്കും അറിയാം ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം എങ്ങനെയാണ്, ഓവും മുറിക്കാൻ പാടില്ല. അപ്പൊ ചിലര് ഈ ഇങ്ങനെ കറങ്ങാൻ പറ്റാത്ത ഒരു പ്രദക്ഷിണം നിർത്തും. അത് പാടുണ്ടോ? പാടില്ല. ശിവന് മിനിമം പ്രദക്ഷിണം 3 എണ്ണമാണ്. 3 പ്രദക്ഷിണം വെച്ചാൽ മാത്രമേ അത് പൂർത്തിയാകൂ. വിഷ്ണുവിനാണെങ്കിൽ 4 പ്രദക്ഷിണം വെക്കണം, അയ്യപ്പനാണെങ്കിൽ 5 പ്രദക്ഷിണം വെക്കണം, സുബ്രഹ്മണ്യനാണെങ്കിൽ 6 പ്രദക്ഷിണം വെക്കണം, ദേവിമാർക്കൊക്കെ ആണെങ്കിൽ 3 പ്രദക്ഷിണം വെക്കണം. ഇത് ഒരെണ്ണം ചെയ്താൽ ദർശനം പൂർത്തിയാവില്ല. ശരിക്കും യാനി യാനി ച പാപാനി ജന്മാന്തര കൃതാനി ച ധാനി ധാനി വിനിശ്ചന്തി പ്രദക്ഷിണ പതേ പതേ. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ശാപാദികളും ദുരിതങ്ങളും നമ്മളിൽ നിന്ന് ദേവനിലേക്ക് ലയിച്ച് നമ്മൾ പാപവിമുക്തരാകുന്നു. അതാണ് പ്രദക്ഷിണം. അപ്പൊ ആ പ്രദക്ഷിണം വളരെ പ്രാധാന്യമാണ്, ഗംഭീരമാണ്, അത് പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ പ്രദക്ഷിണം വെക്കണം? ഓടി നടന്നുള്ള പ്രദക്ഷിണം പാടില്ല. നമ്മളൊരു കുടം എണ്ണ നമ്മുടെ തലയിൽ വെക്കാന്ന് വെക്കാം. ആ എണ്ണ തുളുമ്പാതെ എപ്രകാരം നമ്മൾ നടക്കുമോ അപ്രകാരം പ്രദക്ഷിണം വെക്കണം. അപ്പൊ അതിന്റെ സ്പീഡ് ഏകദേശം കിട്ടിയല്ലോ. ഇനിയിപ്പോ ഈ ശ്ലോകം ഒന്നും ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല. കൃഷ്ണന്റെ ആണ് നാരായണനാമം, ശിവന്റെ ആണ് നമശിവായ, ദേവിയുടെ ആണ് അമ്മേ നാരായണ ഒക്കെ ജപിക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷെ ന അക്ഷരം നാസ്തി മന്ത്ര. അമ്പലത്തിൽ കയറിയ വേറെ വർത്താനമൊന്നും പറയണ്ട. ഏതക്ഷരങ്ങളും മന്ത്രങ്ങളാണ്. ന അക്ഷരം നാസ്തി മന്ത്ര. മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല. അതുകൊണ്ട് നാമജപം മാത്രം മതി അമ്പലത്തിൽ ചെന്നാൽ. നമ്മൾ ഒരാളുടെ പേര് വിളിക്കുമെന്ന് ചെയ്തു. കാരണം നാമജപം ഈ ജപിക്കുന്നതെല്ലാം ദേവനിലേക്ക് തട്ടുന്നു, ദേവനിലേക്ക് ലയിക്കുന്നു. അമ്പലത്തിനകത്ത് ഓരോ സ്വരങ്ങളും, ഓരോ ധൂപങ്ങളായാലും ശരി, ദീപങ്ങളായാലും ശരി, നാമജപങ്ങളായാലും മന്ത്രങ്ങളായാലും ശരി, സംസാരമായാലും ദേവനിൽ തട്ടുന്നതുകൊണ്ട് ദേവനെ അശുദ്ധിയാക്കാതിരിക്കാൻ എന്തെങ്കിലും തുറക്കുന്നുണ്ട് ആ നാമജപം മാത്രമായിട്ട്, ഒരു സംസാരവും വേണ്ട. അങ്ങനെ പ്രദക്ഷിണം വെക്കാം. പ്രദക്ഷിണം വെച്ചാൽ എപ്രകാരം ശിവന്റെ ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു വരണം, അറിയാം. ബാക്കിയുള്ളവരൊക്കെ പൂർണ്ണ പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? നമസ്കരിക്കണം. ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധൗ ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയാൽ. അല്ലയോ ഈശ്വര, അല്ലയോ ഭഗവാനെ, ദീർഘദണ്ഡ നമസ്കാരം, ഞാൻ ദീർഘദണ്ഡമായി നമസ്കരിക്കുകയാണ്. നിർലജോ ഗുരു സന്നിധോ, അല്ല അവിടുത്തെ മുമ്പ് ഞാൻ നമസ്കരിക്കും. ശരീരമർത്ഥം പ്രാണഞ്ച, എൻ്റെ ശരീരം, എൻ്റെ അർത്ഥം, എൻ്റെ സ്വത്തുക്കള്, എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ സദ്ഗുരുഭ്യോ നിവേദയാൽ. അല്ലയോ ഭഗവാനെ, എൻ്റെ ദോഷം കൊണ്ടും ദുഃഖം കൊണ്ടും ദുരിതം കൊണ്ടും ക്ലേശം കൊണ്ടും നിറഞ്ഞ എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ സ്വത്തുക്കളെ ഞാൻ നിനക്ക് നിവേദിക്കുകയാണ്. ദോഷമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, ക്ലേശമില്ലാത്ത ഒരു ജീവനെ, ഒരു ആത്മാവിനെ തരിക. എല്ലാ ദിവസവും നമസ്കരിക്കുമ്പോൾ പുതുജീവൻ ലഭിക്കുന്നു. നമ്മുടെ ദോഷങ്ങൾ ദേവനിലേക്ക് മാറി ദോഷവിമുക്തരാകുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ പ്രമാണം അനുസരിച്ചുള്ള പ്രദക്ഷിണവും നമസ്കാരവും നിർബന്ധമാണ് ഒരു ക്ഷേത്ര ദർശനത്തിൽ. സ്ത്രീകൾ മുട്ടുകുത്തിയും ആണുങ്ങൾ നീണ്ടു നിവർന്നും ദീർഘദണ്ഡമാണ്, നമസ്കരിക്കണം. ഈ ചില അമ്പലത്തിൽ കേൾക്കാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗണപതിയെ തൊഴാതെ മറ്റു ദേവന്മാരെ തൊഴാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല.
അതൊക്കെ നമ്മളിങ്ങനെ ദേശാധിപതികളായിട്ട്, അതായത് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ ആചാരങ്ങളിൽ അനാചാരങ്ങളുണ്ടെന്ന് പറയാറില്ലേ. ക്ഷേത്രത്തിൽ നമ്മൾ പുറത്തോടൊരു പ്രദക്ഷിണം വെക്കാം. ആദ്യം ഉപദേവന്മാരെയൊക്കെ കണ്ട് വടക്ക് ഭാഗത്തോടെ കയറാം. അവിടെ അടച്ചിട്ട് പോണേ കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ കയറി അകത്ത് കയറി പ്രധാന ദേവതമാരെ തന്നെ തൊഴാം. ആ കൂടെ ഗണപതിയും തൊഴാം. ഇന്നയാളെ തൊഴുതിട്ട് അങ്ങനെയൊന്നുമില്ല. ചില പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൽ രക്ഷസിന് പ്രാധാന്യം, അവരെ തൊഴുതിട്ടേ കയറാവൂ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അതേ നിയമം പാലിക്കണം. പൊതുവെ അങ്ങനെ ഒരു നിയമം എല്ലാ ക്ഷേത്രങ്ങളിലുള്ള അത് വളരെ വളരെ ലോപിച്ചുള്ള കുറവുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ക്ഷേത്രത്തിനകത്ത് ചെയ്താൽ, ക്ഷേത്രത്തിൽ കുളിച്ച് വൃത്തിയായി അകത്തിയല്ല, കുളിച്ച് വസ്ത്രധാരണത്തിന് ശേഷം കാലും മുഖവും കഴുകണം. നഗ്നപാതരായിട്ടായിരിക്കണം പോകേണ്ടത്. അതിനിടയ്ക്ക് എന്താ പറയുക, ഭക്ഷണങ്ങളോ മറ്റു സാധനമോ കൈ കടിക്കുക, വാ കടിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം കൈ എച്ചിലാകാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വളരെ വ്യക്തിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ യഥാവിധി എത്രയാണോ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കണ, ആ ദേവന് പറഞ്ഞിരിക്കണ പ്രദക്ഷിണാദികൾ അതൊക്കെ കൃത്യമായി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നമസ്കരിച്ച് കഴിയുമ്പോൾ ദർശനം പൂർത്തിയാകും. ഇതിനു മുമ്പ് ചെല്ലുന്ന വഴി ആൾക്കാർ ആദ്യം പെട്ടെന്ന് തീർത്ഥം മേടിക്കും, ആ പ്രസാദം തൊട്ടിട്ട് ഓട്ടപ്രദക്ഷിണം വടക്കോത്തോടെ ഇറങ്ങി ഓടുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ദർശനം നടത്തുമ്പോൾ കൂടുതലും ആൾക്കാർ അങ്ങനെ തന്നെയാണ്. ഈ കടിച്ച കൈ കൊണ്ട്, എച്ചിൽ കൈ കൊണ്ട് പിന്നെ ഭഗവാനെ തൊഴാവോ? പാടില്ല. ദർശനം എപ്പോൾ പൂർത്തിയാക്കണോ ആ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പ്രസാദം വാങ്ങാവുള്ളൂ, തീർത്ഥം വാങ്ങി കഴിക്കാവുള്ളൂ. അപ്പൊ പ്രസാദം വാങ്ങി തൊട്ട് കഴിഞ്ഞത് കഴിഞ്ഞാൽ കൈ നിർമാല്യായി. പിന്നെ കൈ ശുചിയാക്കാതെ ദേവന്മാരെ തൊഴാൻ പാടില്ല. തീർത്ഥം കഴിച്ച് കൈ എച്ചിലായ കൊണ്ട് ദേവന്മാരെ തൊഴാൻ പറ്റില്ല. പിന്നെ കൈ കഴുകണം. അപ്പൊ ദർശനത്തിന്റെ അവസാനം മാത്രമാണ് പ്രസാദം തൊടുകയും പുഷ്പാഞ്ജലികൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ തീർത്ഥം സേവിക്കുകയൊക്കെ ചെയ്യാവും. ഈ ക്ഷേത്രത്തിൽ തൊഴുതു. ഇനി അടുത്തൊരു ക്ഷേത്രമുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോഴും ഇതൊക്കെ തന്നെയാ. വീണ്ടും കാലും മുഖവും നിറ കഴുകും, വായൊക്കെ. അതായത് സ്നാനം ശരിക്കും ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചാൽ മതി, കൈയും കാലും മുഖവും കഴിയും. എന്നിട്ട് ഒരു സ്നാനം ചെയ്ത ഫലം, എന്നിട്ട് മാത്രമേ അടുത്ത ക്ഷേത്രത്തിൽ തൊഴാവുള്ളൂ. പിന്നെ പ്രദക്ഷിണം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊക്കെ ദിവസം പോകാം എന്ന് വിചാരിച്ചാൽ, ഇപ്പൊ ഞായറാഴ്ച പലപ്പോഴും ഞാൻ കാണാറുണ്ട് എല്ലാവരും ശനിയാഴ്ച ശിവനെ തൊഴുന്നത്. നല്ലതാണ്, ദോഷം പറയാനില്ല. പക്ഷെ ഈ ശാസ്താവിന്റെ പ്രതിഷ്ഠ കൂടുതൽ ശിവക്ഷേത്രത്തിലായതുകൊണ്ടാണ് ഈ ശനി എന്ന് പറയുന്നത് ശിവന്റെ ആയി മാറിയത്. ശരിക്ക് ശനിയാഴ്ച ശാസ്താവ് ക്ഷേത്രങ്ങൾക്കാണ് പ്രാധാന്യം. ഗണപതിക്കും ശാസ്താവിനൊക്കെ വളരെ ശക്തമാണ്. ശനിയാഴ്ച അയ്യപ്പനെ തൊഴുക, ബുധനാഴ്ച അയ്യപ്പനെ തൊഴുക ഒക്കെ കേമത്താണ്. ശിവനെ തൊഴാൻ പ്രാധാന്യമുള്ള ദിവസം എന്ന് വെച്ചാൽ ഇപ്പൊ സുമംഗലിയാകാൻ, വിവാഹം കഴിക്കാനാണ്, അല്ലെങ്കിൽ ദാമ്പത്യം നന്നാവാനൊക്കെ തിങ്കളാഴ്ചയാണ് നല്ലത്. അല്ല എങ്കിൽ ഞായറാഴ്ച, രവിവാരം. രവി എന്ന് പറഞ്ഞത് സൂര്യനാണ്, സൂര്യൻ എന്ന് പറഞ്ഞ ശിവനാണ്. ഏറ്റവും നല്ലത് ഞായറാഴ്ച തന്നെയാണ്. തിങ്കളാഴ്ച ദിവസം ദുർഗ, ലക്ഷ്മി, ഭഗവതി ഇവരെയൊക്കെ തൊടാം. തിങ്കളാഴ്ച ശിവനെയും തൊഴാം, ശിവപാർവതിയെ തൊഴാം. ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശം തന്നെ. ശിവപാർവതിയെ തൊഴുതാൽ അതായത് വിവാഹാദി വിഷയങ്ങൾ, അതായത് ദാമ്പത്യ പ്രശ്നങ്ങൾ മാറുക, ദാമ്പത്യ സുഖം ലഭിക്കുക, ഭർത്താവിന് ദീർഘായുസ് ഉണ്ടാവുക, ഭർത്താവിന് ഐശ്വര്യം ഉണ്ടാവുക, ഒക്കെ നല്ലതാണ്. ബാക്കിയുള്ള ദേവിമാരും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യന് പ്രാധാന്യമാണ്, ഭദ്രകാളിക്കും പ്രാധാന്യമാണ്. ഈ ചൊവ്വാഴ്ച 2 ദിവസം ഇവർക്ക് രണ്ടുപേർക്കും പ്രാധാന്യമാണ്. ഭദ്രകാളിക്കാണ് കൂടുതൽ. ദേവിമാർക്ക് എല്ലാവർക്കും നല്ലതാണ്. അതിൽ കേമത്വം ഭദ്രകാളിക്ക് തന്നെയാണ്. സുബ്രഹ്മണ്യനും വളരെ കേമാണ്. ബുധനാഴ്ച ദിവസം നോക്കുകയാണെങ്കിൽ ബുധൻ വിദ്യാകാരകനാണ്, മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ തൊഴുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ തൊഴുന്നതും ശ്രീരാമനെ തൊഴുന്നതൊക്കെ ബുധനാഴ്ചകളിലാണ്. പണ്ട് അവിൽ നിവേദ്യം ഹനുമാന് നേരിക്കണമൊക്കെ ബുധനാഴ്ചകളിലാണ്. ഭയങ്കര ശത്രുദോഷത്തിനൊക്കെ കേമാണ്. പിന്നെ ഈ ജാതകത്തിൽ വ്യാഴം ബുധന് ദോഷമുണ്ട്, അല്ലെ ബുധന് വക്രം വന്നു, വിദ്യ തടസ്സം വരും, ബുധനാഴ്ച മഹാവിഷ്ണുവിനെ തൊഴുതാൽ മതി, അത് മാറ്റം കിട്ടും. വ്യാഴാഴ്ച ദിവസം കൃഷ്ണൻ, ഐശ്വര്യം ഉണ്ടാവാൻ, സമ്പത്തുണ്ടാവാൻ, കുട്ടി ഉണ്ടാവാൻ, പരമ്പര വർദ്ധിക്കാൻ, എല്ലാ ആഗ്രഹത്തിന്റെയും പൂർത്തീകരണം. പിന്നെ ജാതകത്തിൽ ഗുരു, വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹമുണ്ട്, ബൃഹസ്പതി. ഈ സർവ്വദേവോഭ്യവും ഗുരു, എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം തരുന്നതാണ് ബൃഹസ്പതി. ആ ബൃഹസ്പതിയുടെ അനുഗ്രഹം കിട്ടാനും വ്യാഴാഴ്ച കൃഷ്ണന്റെ അവിടെ ദർശനം. കേമത്വം എന്ന് പറഞ്ഞാൽ വളരെ കേമാണ്. അത് ചെയ്താൽ തന്നെ ഐശ്വര്യം ഒരിക്കലും കുടുംബം നാറ്റിടില്ല. ഇപ്പൊ അടുത്ത പലരും ചെയ്യാൻ അറിയാൻ മേലാത്തവർ കേട്ടുള്ളൂ, ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരല്പം അവില്, ഒരു പിടി അവില്, ഒരു ശകലം ശർക്കരയും കൂടെ കൂടി വ്യാഴാഴ്ചയിൽ കൃഷ്ണൻ അങ്ങ് നേദിച്ചോളൂ. സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ദാരിദ്ര്യമല്ല, ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പരമ്പരയ്ക്ക് എല്ലാ വ്യാഴാഴ്ച അവിൽ നേദിച്ച സന്തതി പരമ്പരയൊക്കെ കേമായിക്കോളും, കുടുംബവും കേമായിക്കോളും. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ഗംഭീരാണ്.
ഈ ദുർഗാ ഭഗവതി, ലക്ഷ്മി, ഭുവനേശ്വരി അങ്ങനെയുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം നല്ലതാണ്. ഈ കൂടെ ഭദ്രകാളിക്കും ദോഷമൊന്നും പറയാനില്ല, ഭദ്രകാളിയും തൊഴാം. പക്ഷെ ലക്ഷ്മിക്കാണ് കേമത്തം, മഹാലക്ഷ്മിക്ക് ഏറ്റവും കേമത്തം കൂടിയ ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. ദേവിമാരെ എല്ലാം തൊഴാം, അതിനൊന്നും വിരോധമില്ല, ദോഷം പറയാൻ പറ്റില്ല. ശനി ശാസ്താവനാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയാണ് ദർശനോപാധികൾ വെക്കുന്നത്. ഓരോ ദിവസത്തെ പ്രദക്ഷിണം ഞാൻ പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, പോകേണ്ട വിധാനം പറഞ്ഞു. ഈ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയോടെ പറയാം. ഈ ഓഫീസിൽ പോകുന്ന ചില പല ആൾക്കാർ തോളത്ത് ബാഗൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിശ്ചിത സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഈ തോളത്തെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ബാഗിനകത്ത് ചോറും പൊതി ഉണ്ടെന്ന് വെക്കുക, അത് കേട്ടാൻ പാടില്ല, നിഷിദ്ധ. അപ്പൊ അതുകൊണ്ട് ഈ ഓഫീസിൽ പോകുന്ന വഴിക്കാണ് നമുക്ക് അമ്പലത്തിൽ പോകാം, ഓഫീസിന്റെ അടുത്താണ്. അപ്പൊ ഈ ബാഗ് ഒന്ന് പുറത്ത് വെച്ചിട്ട് കാലും മുഖമൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറാൻ. പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ശൗചാദികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശൗചം മാത്രമേ അറിയുള്ളൂ, വേറെ ശൗചാദികൾ അറിയില്ല. നമ്മള് ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഒന്ന് മൂത്രം മുട്ടണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകും അമ്പലത്തിലേക്ക്. വയ്യ, പാടില്ല. കൃത്യമായ എല്ലാ കാര്യങ്ങൾക്കും ശൗചാദികളും ശുദ്ധവും ദേഹശുദ്ധി പൂർണ്ണമായി വരുത്തിയിട്ട് മാത്രമേ അപ്പോഴും ഇതൊക്കെ ഒന്ന് സാമാന്യനെ ശ്രദ്ധിക്കണം. നാമം ജപിക്കാതിരിക്കുമ്പോഴും അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം നിർബന്ധമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൂക്ക് നമ്മൾ തിരുമ്മി ചെവിക്കകത്തൊന്ന് വിരലിട്ടു, ഇതൊക്കെ കർണമലം, നാസിക മലം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ കൈ കഴുകണമെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊന്നും തൊഴുത് അമ്പലത്തിൽ കയറാൻ പാടില്ല. ഈ അമ്പലത്തിൽ അതുപോലെ തന്നെ പോകുന്ന ആൾക്കാർ പലരും ഞാൻ കണ്ടിട്ട് ഒത്തിരി പൂ പറിച്ചുകൊണ്ട് പോകും. നല്ലതൊക്കെ വളരെ ഗംഭീര. ഈ പൂ കൊണ്ടുപോകുമ്പോൾ ശിവക്ഷേത്രത്തിലേക്കാണെങ്കിൽ നവശിവായ 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 എന്ന് പറഞ്ഞ് പൂ ഒരുക്കും, പറിക്കും, അത് ജപിച്ചുകൊണ്ട് പൂ ഒരുക്കും, അത് നടക്ക വെക്കും. ആ പൂ നിർമാല്യായി. ആ തിരുമേനി പൂജ കഴിക്കുമ്പോൾ മന്ത്രം ജപിച്ച് അർച്ചിക്കേണ്ട പൂ നമ്മൾ അതിനു മുമ്പ് നാമോ മന്ത്രമോ ജപിച്ച് അതാക്കിയാൽ ഈ പൂവ് നിർമാല്യവും. പൂ തൊട്ടാൽ പിന്നെ ഒരക്ഷരം മിണ്ടണ്ട. പൂ പറിക്കുമ്പോഴും ഒരുക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാതെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ല മനസ്സോടുകൂടി ഭഗവാന്റെ സമയം ഒരു അക്ഷരം, ഏതക്ഷരം പറഞ്ഞാലും മന്ത്രാധീനം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് നാമങ്ങൾ ഒന്നും ജപിക്കേണ്ട, മിണ്ടാതെ പൂ പറിക്കുക, പൂ ഒരുക്കുക, നടക്കെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നാമജപാവം. പൂ കയ്യിരിക്കുമ്പോൾ നാമജപം പാടില്ല, കാരണം പിന്നെ അത് പൂജ കഴിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് അത് നിർമാല്യ ശുദ്ധം വരും. അതും ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇതാണ് സാമാന്യേന സാധാരണ ഭക്തന്റെ ഒരു ക്ഷേത്ര ദർശനം, ക്ഷേത്ര രീതി. നന്ദി, നമസ്കാരം.